കേരളത്തിൽ മോദിമയം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ കേരളത്തിലെത്തി. ഇന്ന് വീണ്ടും കേരളത്തിലെത്തും. പാലക്കാട് 10:30 റോഡ് ഷോ നടത്തും. രാവിലെ 10:15 പാലക്കാട് മേഴ്സി കോളേജിലെ ഹെലിപ്പാഡിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം റോഡ് ഷോ തുടങ്ങുന്ന 5 വിളക്കിലെത്തും. അവിടെ മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള 1 കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് ഷോ. 30 മിനിറ്റായിരിക്കും റോഡ് ഷോ നടത്തുക. ഏകദേശം 50,000 പേരെ അണിനിരത്തിയാണ് BJP ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. സന്ദർശനത്തിന് മുന്നോടിയായി പാലക്കാട് നഗരത്തിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട് സേലത്തും പൊതുയോഗം നടത്തും. AIADMK നേതാവ് എടപ്പാടി പളനിസ്വാമിയുടെ തട്ടകത്തിലാണ് മോദിയുടെ പ്രസംഗം. 2014 ആദ്യമായി BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായപ്പോഴാണ് മോദി അവസാനം സേലം സന്ദർശിച്ചത്. പാലക്കാട്ടെ പരിപാടിക്ക് ശേഷം ഉച്ചയ്ക്ക് 1 മണിക്കാണ് സേലത്തെ പൊതുയോഗം. 1996 തിരഞ്ഞെടുപ്പിലാണ് അവസാനം BJP ഇവിടെ മത്സരിച്ചത്. നരേന്ദ്രമോദിയുടെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു. തുടർച്ചയായി 3ാം തവണയും മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ രാഷ്ട്രീയ നേതാവായിരുന്നില്ല അന്ന് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. എന്നാൽ 182-ൽ 115 സീറ്റുമായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ 2012 ഡിസംബർ 12 അഹമ്മദാബാദിലെ JP ചൗക്കിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന് പ്രത്യേകതകൾ ഏറെയായിരുന്നു. മുൻകാലങ്ങളിൽ താൻ എന്തെങ്കിലും തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ 6 കോടി ഗുജറാത്തികളുടെയും മാപ്പ് ചോദിക്കുന്നു എന്ന് മോദി ആ പ്രസംഗത്തിൽ പറഞ്ഞു. ഈ വിജയം നരേന്ദ്രമോദിയുടേതല്ല, 6 കോടി ഗുജറാത്തികളുടെയും വികസനവും അഭിവൃദ്ധിയും ആഗ്രഹിക്കുന്ന രാജ്യത്തെ ജനങ്ങളുടെ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. എല്ലാത്തിനും ഉപരിയായി ആ പ്രസംഗം പതിവ് ഗുജറാത്തി വിട്ട് ഹിന്ദിയിലായിരുന്നു എന്നതും പ്രത്യേകതയായിരുന്നു. മുഖ്യമന്ത്രി പദത്തിൽ 3ാം തവണയും എത്തിയ നരേന്ദ്രമോദി ആ യാത്ര പാതിയിൽ നിർത്തി ഡൽഹിയിലേക്ക് വണ്ടി കയറി. രാഷ്ട്രീയ യാത്രയിൽ സ്വായത്തമാക്കിയ പാഠങ്ങളും തന്ത്രങ്ങളും കൈമുതലാക്കി. ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവിന് എത്തിച്ചേരാവുന്ന ഏറ്റവും വലിയ അധികാര പരിധിയിലേക്ക് ലക്ഷ്യമുറപ്പിച്ചു. പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വഴിത്തിരിവായി തെരഞ്ഞെടുപ്പ് ഫലം കുറിച്ച് 2014 മെയ് 16 ഇന്ത്യയുടെ 14ാം പ്രധാനമന്ത്രിയായി. 31% വോട്ട് 282 സീറ്റും നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെയുള്ള കോൺഗ്രസ് ഇതര പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു. 2014 ഡൽഹിയിലേക്കുള്ള യാത്ര മോദി 2012 അതിനു മുമ്പോ തുടങ്ങിയിരുന്നു. കോൺഗ്രസോ തുടർച്ചയായി 2 തവണ UPA സഖ്യത്തിൽ ഭരണത്തിലിരുന്നിട്ടും തകർച്ചയിലായി. ഇന്ന് കേന്ദ്രത്തിലൊരു 3ാം ഊഴത്തിന് അനുവാദം ചോദിച്ച് വീണ്ടും ഇറങ്ങുകയാണ്. പക്ഷേ ഗുജറാത്തിൽ നിന്നും വ്യത്യസ്തമായി ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ്. കോൺഗ്രസ് മുക്ത ഭാരതത്തിൽ നിന്നും ഒരു പിടി കൂടി കടന്ന് പ്രതിപക്ഷ മുക്ത പാർലമെന്റ് സാധ്യമാക്കുന്ന 400-ലേറെ സീറ്റുകളാണ് ഇത്തവണ NDA ലക്ഷ്യമിടുന്നത്. അനായാസമാവും മോദിക്ക് മറ്റൊരു ഊഴമെന്ന് ഒരു വിഭാഗം കണക്കുകൂട്ടുമ്പോൾ ഇടർച്ചകൾക്കിടയിലും ഒന്നിക്കുമെന്ന് തോന്നിക്കുന്ന പ്രതിപക്ഷത്തിൽ പ്രതീക്ഷയർപ്പിക്കുന്ന മറ്റൊരു വിഭാഗം ഇവിടെയുണ്ട്.